ഫുട്ബോൾ ഇതിഹാസമായ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒരു ബാല്യമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് അവന് 12 വയസ്സായിരുന്നു. വിശപ്പടക്കാൻ പോലും ഭക്ഷണമില്ലാതിരുന്ന ആ കാലത്ത് മെക്ഡൊണാൾഡ്സിലെ ജോലിക്കാരായ 3 സ്ത്രീകൾ ബാക്കി വന്നിരുന്ന ബർഗറുകൾ അവനും കൂട്ടുകാർക്കുമായി നൽകുമായിരുന്നു. അത് അവനേറെ ആശ്വാസമായിരുന്നു. വലുതായി കാലങ്ങൾ കടന്നുപോയപ്പോൾ, ലോകപ്രശസ്തനായ താരമായപ്പോഴും അവൻ അവരെ മറന്നില്ല. തേടിപ്പിടിച്ച് അവരിൽ ഒരുവളായ എഡ്ന എന്ന സ്ത്രീയെ കണ്ടെത്തുകയും ചെയ്തു. അവർക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റും സമ്മാനമായി നൽകി. ഇതുപോലെ അനേകം പേർ ജീവിതത്തിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും ഒട്ടേറെ സത് അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നവരാണ്. കൃതജ്ഞത അല്ലെങ്കിൽ നന്ദി, അതിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം അത്രയേറെ വലുതാണ്. നമ്മുടെ പ്രയത്നങ്ങളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ വിജയത്തിലും വഴികളിലും പ്രചോദനമായിട്ടുള്ള എല്ലാവരെയും ഓർത്ത് നന്ദി പറഞ്ഞാൽ, അതൊരു ശീലമാക്കി മാറ്റിയാൽ കൂടുതൽ കൂടുതൽ നന്ദി പറയേണ്ടുന്ന സാഹചര്യങ്ങൾ നമ്മളിലേക്ക് വരികയും ആത്മസംതൃപ്തിയും സന്തോഷവും നിറഞ്ഞ മനോഭാവത്തോടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അങ്ങനെ ആ ഒരു ശീലം നിങ്ങളും ജീവിതത്തിലേക്ക് പകർത്തുക. നന്ദി ഒരു മനോഭാവമാകട്ടെ. താങ്ക് യു.